ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ഓഫ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി വെച്ചിട്ട് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങളുടെ സോൾമേറ്റിനുള്ള നിങ്ങളുടെ മെസ്സേജ്, നിങ്ങളോടുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. സോ കുറച്ച് നാളായിട്ട് നമ്മൾ കറണ്ട് ഫീലിങ്സ് റീഡിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് ലൈക്ക് എ കറണ്ട് ഫീലിംഗ് റീഡിങ്. നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ടെൽ ടു യു എന്നുള്ളതും കൂടെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ റീഡിങ്. ആദ്യമായിട്ട് നമുക്കിവിടെ 3 പൈൽസ് ഉണ്ട്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3. ദ ഓറഞ്ച് മോങ്ക്, ദ ബ്രൗൺ മോങ്ക് ആൻഡ് ദ ബ്ലൂ മോങ്ക്. കുറേ നാളായിട്ട് മോങ്കിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി ഉണ്ടായിരുന്നു. അത് നമ്മളിവിടെ തീർക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് കണ്ണടച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ഒരു പൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഫസ്റ്റ് മനസ്സിൽ വരുന്ന പൈൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 2-3 പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുമ്പോഴത്തേക്കും റോങ് ആയിട്ടുള്ള പൈലാവാനുള്ള ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്ന പൈൽ തന്നെ ചൂസ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റീഡിങ് പ്രോപ്പർ. സോ ആദ്യമായിട്ട് നമുക്ക് പൈൽ നമ്പർ 1ലേക്ക് പോവാം. സോ ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ 1, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഓറഞ്ച് മോങ്ക് ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നമുക്ക് നോക്കാം. ഓവർ ദ ബേസ് കാർഡ് ഐ എം സീയിങ് പവർ. നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം നിങ്ങൾക്ക് വേണ്ടുന്നൊരു പാർട്ട്ണറാണോ എന്നുള്ളത് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം എന്നുള്ളത് കാണുന്നു. നിങ്ങളിപ്പോൾ ഉള്ള കറണ്ട് റിലേഷൻഷിപ്പ് അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട്ഫുൾ സിറ്റുവേഷനിൽ ആവാനുള്ള ചാൻസസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാട്ട് എവർ ഇസ് നോട്ട് സെർവിങ് യു, നിങ്ങൾക്ക് സമാധാനം തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു റൈറ്റ് റിലേഷൻഷിപ്പ് ആവുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വാക്ക് അവേ ചെയ്യേണ്ട സമയമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം. ഇതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് പേഴ്സൺ, അതായത് നിങ്ങൾ ആരുടെ ആയിട്ടാണ് റിലേഷൻഷിപ്പ് ഉള്ളത്, നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട്ണർ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെക്കാട്ടിലും പവർ ഉണ്ട്, ആ ഒരു വ്യക്തിനെക്കാട്ടിലും ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു മിസ് മാച്ച് ഉണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴായിട്ടും ചിലപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ തമ്മിൽ ചേർച്ചയില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കഴിവ് കൂടുതലാണ്, നിങ്ങൾക്ക് എന്നെക്കാട്ടിലും നല്ലൊരു വ്യക്തിനെ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് എനിക്ക് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് ഹീലിംഗ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗത്തൊരു ഹീലിങ്ങിന് ആവശ്യമുണ്ട്. നിങ്ങൾ ഓൾറെഡി പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ഒരുപാട് പോയ ഒരാളാണ്. തെറ്റായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇനിയും ചൂസ് ചെയ്ത് നിങ്ങൾ പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് പോകണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കാണുന്നു. ആൻഡ് ഈ ഒരു വ്യക്തിയും നിങ്ങളുടെ നല്ലതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു വ്യക്തിക്കും നിങ്ങളെ വേദനിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ല. ഈ ഒരു വ്യക്തിക്കും ചിലപ്പം അറിയായിരിക്കും ഇത് ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദനയുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവാം. ഓക്കെ, അല്ലാത്തവർക്ക് വേറെ ഒരു സെറ്റിന് എനിക്ക് തോന്നുന്നത്, ചിലവർക്ക് ഇത് തോന്നാം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഹീലിംഗ് ആവശ്യമുണ്ട്, ഇത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 പേരും ഒരുമിച്ച് നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഹീലിംഗ് ഇനിയും ചെയ്താൽ മാത്രമേ ഇത് മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഒരു നെയിം സേക്കിന് മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് ഹീലിംഗ് വർക്ക് ചെയ്യാനുണ്ട്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താനുണ്ട് എന്നൊരു ചിന്തയുണ്ടാവാം. റൊമാൻസ്, ക്യൂപിഡ് എറോ സ്ട്രൈക്സ്. ഇതുവരെ റിലേഷൻഷിപ്പിലല്ലാത്ത ആൾക്കാർ, സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് പുതിയ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് ഹീലിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇത് ലെറ്റ് ഗോ ചെയ്യേണ്ട, ഇതിനെ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കാണുന്നു. പക്ഷേ നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ലെറ്റ് ഗോ സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് പറയുന്നു. ഈ ഒരു വ്യക്തി നിങ്ങൾ എടുത്തു ചാടി കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, എടുത്തു ചാടി കുറച്ച് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്ന പോലെ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
ആ ഒരു വ്യക്തി ഉദ്ദേശിച്ചത് പലതുമായിരിക്കാം, പക്ഷേങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്തത് വേറെ രീതിയിലായിപ്പോയി എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് അത് എടുക്കുക, ഏത് രീതിയിലാണ് നിങ്ങൾ അത് പ്രിസീവ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലുള്ള ചിന്തകൾ ആൾക്ക് മനസ്സിലുണ്ട് എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സോ ദ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറഞ്ഞാൽ ഐ എം സീയിങ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഈ ഒരു പാർട്ട്ണർ ചിലപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇപ്പം കറൻ്റ്ലി നോക്കുന്നുണ്ടാവാം. ആളുടെ കാര്യത്തിൽ ഇപ്പം ആൾ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരുന്നിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. അത് ഒന്ന് നേരെയായതിനു ശേഷം മാരേജ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു ചിന്ത ആൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ എനിക്ക് കാണുന്നത് 2 ഓഫ് സോർഡ്സ് എനർജിയാണ്. സോ 2 ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാം. ഓക്കെ, ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇപ്പം അത് എങ്ങനെ ഇതിനെ ബാധിക്കും, എങ്ങനെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ആളുടെ മനസ്സിലുണ്ട്. ഈ ഒരു ചിന്തകൾ മാറ്റാതെ ആൾക്ക് ഒരു രീതിയിലുള്ള ഡിസിഷനും എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സ്ട്രക്കായിട്ട് നിൽക്കുക. ആ ഒരു അവസ്ഥ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടൊരു വൈസ് ഡിസിഷൻ എടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇമോഷൻ വെച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ഓക്കെ, എല്ലാം ചിന്തിച്ച് എല്ലാ ഭാഗങ്ങളും ചിന്തിച്ചിട്ട് മാത്രം ഈ ഒരു ഡിസിഷനിലേക്ക് പോവുക എന്നുള്ളത് കാണുന്നു. പൈൽ നമ്പർ 1. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബ്രൗൺ മോങ്കിനെ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. സോ ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ ദ ബ്രൗൺ മോങ്ക്, ഓവർ ദ ബേസ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് ഓൺലി ടൈം വിൽ ടെൽ. നിങ്ങൾക്ക് ബേസിക്കലി ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. കുറച്ച് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ അകത്ത് ഒരു ഡിസിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് നാളൊരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു സമയമുണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, ആ ഒരു വ്യക്തിയും നിങ്ങൾക്ക് ഒരു പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് സ്പേസ് എന്നുള്ള രീതിയിൽ രണ്ടുപേരും കുറച്ച് ടൈം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാറി നിന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഫോക്കസ് എന്താണ്, രണ്ടുപേരും ലൈഫിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഗോൾസ് എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ ഒരുമിച്ച് നിന്നാൽ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളൊക്കെയുള്ള ചിന്തകൾ ആൾക്ക് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങളും അവരും ഒരേപോലെ ലൈഫിൽ മുന്നോട്ടേക്ക് വളരണം എന്നൊരു ചിന്ത ഉണ്ട്. അതായത് ഒരാളുടെ കാര്യത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്തുകൂടാ. രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ക്വാളിറ്റീസാണ് എസ്പെഷ്യലി അഡ്മയർ ചെയ്യുന്നത്, ആ വ്യക്തിയുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. അവരുടെ തെറ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവരുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് അവരും അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ നല്ല ക്വാളിറ്റീസിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണമെന്നില്ല, പക്ഷേങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് വരാൻ വേണ്ടി പറ്റും. ഒരാൾക്കില്ലാത്ത കാര്യം ഒരാൾക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചതിന് ശേഷം അതിലൊരു തീരുമാനം കൊണ്ടുവരണം. അതിൻ്റെ അകത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം ആൾക്കുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ ആം സീയിങ് എ ഡെവിൾ എനർജി. കുറച്ചെന്തൊക്കെയോ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്കൊരു പ്രോപ്പർ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തതും, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്താണ് എക്സാക്റ്റ്ലി ഏത് പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഇത് വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷൻ നടത്തേണ്ട രീതിയിലൊരു ഫേസിലാണ് ഇരിക്കുന്നത്. ചിലർക്ക് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. വേറെ നിങ്ങൾക്ക് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഇതിനകത്ത് ബുദ്ധിമുട്ടുകളും പെയിൻ അവസ്ഥകൾ ഉണ്ടാവുന്ന റിലേഷൻഷിപ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ലെസൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. നൈറ്റ് ഓഫ് വാണ്ട്സ് എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ.
ഈവൺ ദോ ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ദ മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ നടന്നു വരുന്ന സമയം എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് പതുക്കെയാണ് നടന്നു വരുന്നത് എന്നുള്ളത് കാണുന്നു. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ വേണം എന്നുള്ളൊരു പാഷൻ എനിക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് ഐ എം സീയിങ് എംപറർ കാർഡ്. ഒരു റെസ്പോൺസിബിൾ ഫാദർ എനർജി ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഈ ഒരു വ്യക്തി ഒരു മെച്ചോറിറ്റി ഫേസിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ ഒരു വ്യക്തി ഇപ്പോഴും ലൈഫിനെ പറ്റി പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് കാണുന്നു. ഒരു ഫാദർ ഫിഗർ, ഫാദർ എനർജിയിലേക്ക് ആൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്നുള്ളത് കാണുന്നു. സോ ഇറ്റ് മേ ടേക്ക് സം ടൈം, കുറച്ച് സമയം എടുത്തേക്കാം ഈ ഒരു വ്യക്തിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ വൺസ് ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അവിടെ എത്തും. എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് തരുന്ന രീതിയിലേക്ക് ഈ ഒരു വ്യക്തി മാറും എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു വ്യക്തി തരുന്നത് എന്നുള്ളത് കാണുന്നു. എന്തൊക്കെയോ ഒരു കാർമിക് കണക്ഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, പക്ഷേ അത് ലെസൺസ് ലേൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കണക്ഷനായിട്ട് തോന്നുന്നു. ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് മെച്യൂരിറ്റിക്ക് ഒരു ടൈം പീരീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്യൂർഡായ ഒരു ഫാദർ ഫിഗറിലേക്ക്, ഒരു പ്രൊട്ടക്റ്റീവ് ഫിഗറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് എനിക്കിവിടെ തോന്നുന്നു. ഓക്കെ, സോ പൈൽ നമ്പർ 2 എനിക്ക് ഈ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. സോ ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ 3, അടുത്തതായിട്ട് പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫ് റീഡിങ് നമുക്ക് നോക്കാം. സോ ദ ബേസ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട് ഡിസോൾവിങ് ഇൻ ടു ലൈറ്റ്, ക്രിയേറ്റിംഗ് റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ ഒരു വ്യക്തിയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേണ്ടാത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കാണുന്നു. സോ ഈ ഒരു വ്യക്തിക്കും തോന്നുന്നുണ്ടാവാം ഇതൊന്നും ശരിക്കുമുള്ള കാര്യങ്ങളല്ലോ, പിന്നെ എന്തിനാ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. സോ അതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി അതൊക്കെ മറന്ന് പുതിയ ഓപ്പർച്യൂണിറ്റീസിനും പുതിയ കാര്യങ്ങൾക്കും ലൈഫിലേക്ക് ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ക്ലോസ്നെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്പേസ് കൊടുക്കണം, പക്ഷേ എപ്പോഴും ഒരു അടുപ്പമുണ്ട്, പക്ഷെ എന്നാലും നിങ്ങളൊരു പ്രീസെറ്റ് ബൗണ്ടറി കീപ്പ് ചെയ്ത് തന്നെ മുന്നിലോട്ടേക്ക് പോവുക. അധികമായിട്ട് ആൾക്കാരുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആർക്കായാലും ഇഷ്ടമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ലവ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യില്ല ഒരിക്കലും. അതായത് ഇത് എൻ്റെയാണ്, ഇത് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് എൻ്റെതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓക്കെ എനിക്ക് ഇത്ര സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ഒരു വ്യക്തി തരുന്നത് എന്താണോ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കാണുന്നു. ഓക്കെ, സോ ആ ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ വാട്ട് എവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് അങ്ങനെ വന്നോട്ടെ എന്നുള്ളത് ആ ഫ്ലോയിനൊരു ആക്സെപ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷേങ്കിൽ അത് അതിൻ്റെ ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് കാണുന്നു. നിങ്ങൾ എത്ര പുഷ് ചെയ്ത് കഴിഞ്ഞാലും അത് ഈസിലി നടക്കണം എന്നില്ല. സോ കുറച്ച് ടൈം അതിന് കൊടുക്കൂ എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ടൈം സീയിങ് ദ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. സോ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ട്, പക്ഷേങ്കിൽ ആൾക്ക് വലിയൊരു ഹഡിൽ ചാടിക്കിടക്കാനുണ്ട് എന്നുള്ളത് കാണുന്നു. ആളുടെ ലൈഫിൽ ഒരു വലിയൊരു ഒരു ഡിസിഷൻ ഇയാൾക്ക് ചാടിക്കടന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താം. സോ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് ആളിപ്പോൾ ഉള്ളത് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് എ സക്സസ് കാർഡ്, ഒരു സൺ കാർഡ് എനിക്ക് കാണുന്നു. 2026 ഐ എം സീയിങ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു വ്യക്തിയിൽ നിന്നും കമ്മിറ്റ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് ദ ലവേഴ്സ് കാർഡ്, പ്യുവർ സോൾമേറ്റ് എനർജിയാണ്. ഇതിലൊരു കാർമിക് കണക്ഷൻ അല്ല, ഇതിലൊരു സോൾമേറ്റ് എനർജി കണക്ഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് കാണുന്നു. സോ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഒരു 6 monthsനുള്ളിൽ തന്നെ ഇങ്ങനെയൊരു പേഴ്സണെ കാണാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. പ്യുവർ സോൾമേറ്റ് കണക്ഷനുള്ള ആളെ കാണാനുള്ള ചാൻസസും എനിക്കിവിടെ കാണാൻ പറ്റുന്നു. സോ ഇതിൻ്റെ അകത്ത് പൈൽ നമ്പർ 1 നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ എനിക്ക് തോന്നുന്നു. പൈൽ നമ്പർ 2 ഇറ്റ് ഇസ് എ കാമിക് കണക്ഷൻ ആൻഡ് പൈൽ നമ്പർ 3 ഇറ്റ്സ് പ്യുവർ സോൾമേറ്റ് കണക്ഷൻ. സോ ദിസ് ഇസ് വാട്ട് ഐ എം സെയിങ്. ഓക്കെ, ഒരു ബ്രീഫ് റീഡിംഗ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.